അപ്പോൾ നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏകദേശം ഓഡീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മുടെ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബിഗ് ബോസ് ടീം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ കോമണേഴ്സിന് പങ്കെടുക്കാനായിട്ടൊരു അവസരമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം കോമണേഴ്സ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, സെലിബ്രിറ്റീസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അത്യാവശ്യം എല്ലാവരും അറിയുന്നതും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത. കാരണം കോമണേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ അവർ അത്രയും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ആളുകൾക്ക് സുപരിചിതമായതും എന്നാൽ ബിഗ് ബോസ് ഷോയെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുമുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഷോ അപ്പായില്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു ഫെയിലിയേഴ്സിലേക്ക് ഷോ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് എങ്കിലും ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായില്ലെങ്കിൽ അത് ഷോയിൽ ഒരു ഇനീഷ്യൽ പുള്ളിനെ അത് ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അറിയാൻ കഴിഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ യാണ് ബിഗ് ബോസ് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് പ്രഡിക്ഷൻസ് കൊണ്ടുവരികയാണ്. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്. നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ആളുകൾ അവർ ചിലപ്പോൾ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അവരെ വിളിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്കിതിൻ്റെ എല്ലാം ഒരു കൺഫർമേഷൻ കിട്ടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനാഗുറേഷന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഞാൻ പറയാൻ പോകുന്ന പേരുകൾ, ആദ്യത്തെ പേര് നമ്മുടെ ടെലിവിഷൻ സീരിയൽ സിനിമാ രംഗത്തുള്ള ഇപ്പോൾ അമ്മ സംഘടനയിൽ കോൺട്രവേഴ്സിയിൽ ഉൾപ്പെടുന്ന നീന കുറുപ്പാണ്. അപ്പോൾ നീന കുറുപ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അടുത്തതായി ഉപ്പും മുളകും സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അതിൽ അഭിനയിക്കാത്ത ബിജു സോപാനോ അത്യാവശ്യം നല്ല കഴിവുകളുള്ള ഇപ്പോൾ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഷോയിനെ ഉയർത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കഴിവുകളും പെർഫോമൻസും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ബിജു സോപാനത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഐശ്വര്യ റംസായി, മൗനരാഗം സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ഐശ്വര്യ റംസായി ഇപ്പോൾ സീരിയൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐശ്വര്യ റംസായി ചിലപ്പോൾ ബിഗ് ബോസ് ക്ഷണം സ്വീകരിച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അഞ്ജലി നായർ, മറ്റൊരു സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഈ അടുത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച അഞ്ജലി നായർ. പിന്നെ സീരിയൽ രംഗത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ആക്ടർ സാജൻ സൂര്യയെ പല സീസണുകളിലും ഏഷ്യാനെറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാജൻ സൂര്യ വന്നിട്ടില്ല. ഇപ്രാവശ്യം ഏഷ്യാനെറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നുകൂടാകുകയില്ല. അപ്പോൾ സാജൻ സൂര്യയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രതീക്ഷിക്കുന്നത് മൃദുല വിജയ്, മറ്റൊരു ടെലിവിഷൻ ആക്ട്രസ് അല്ലെങ്കിൽ ടെലിവിഷൻ ഷോയിലൊക്കെ പങ്കെടുക്കുന്ന മൃദുല വിജയാണ്. കഴിഞ്ഞ പ്രാവശ്യം അനുമോള് വന്നതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ മൃദുല വിജയ് വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആക്ട്രസ് ആയിട്ടുള്ള മീര വാസുദേവ് വളരെ ഫേമസ് ആണ്. പല സീരിയലുകളിലും അഭിനയിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ മീര വാസുദേവ് ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ബിഗ് ബോസ് ഷോയിന് ഒരു പക്ഷേ റീച്ച് കൂട്ടിയേക്കാം. അപ്പോൾ മീര വാസുദേവാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതുകൂടാതെ അലിൻ ജോസ് പെരേര, റീൽസിലും മറ്റും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള അലിൻ ജോസ് പെരേര, പുള്ളി ഇതുപോലെ തന്നെ ബിഗ് ബോസിൽ വരാനായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതെന്നും പല പ്രാവശ്യം ബിഗ് ബോസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പുള്ളിയും ചിലപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യം കൺസിഡർ ചെയ്തേക്കാം. പിന്നെ പറയാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു ലേഡി രേവതി. ബിഗ് ബോസ് റിവ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു സീസണിൽ ഒരു പ്രോഗ്രാമിൽ, ബിഗ് ബോസിൽ തന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടതുമായിട്ടുള്ള രേവതിയാണ്. രേവതി പറയാൻ കാരണം, രേവതി പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം ചിലപ്പോൾ ഹസ്ബൻഡും റിവ്യൂ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ഇത് രേവതിയുടെ രേവതി ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് റിവ്യൂ ചെയ്യും. രേവതിക്ക് ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കിട്ടുമെന്ന പ്രതീക്ഷയിലാണോ എന്ന് അറിയില്ല. അപ്പം നമ്മൾ രേവതിയെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രഡിക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ. ഒരുപക്ഷെ ഇവരിൽ ആരെങ്കിലുമൊക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇതെല്ലാം ഫൈനൽ ഞാൻ പറയുന്നത് പോലെ ഇനാഗുറേഷനാണ് നമുക്കറിയാൻ കഴിയുന്നുള്ളൂ. പിന്നെയും കുറേയധികം ആളുകൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഏറ്റവും ഒരു 60-70% സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവരെ തന്നെ പല പ്രാവശ്യം
ബിഗ് ബോസ് ടീം അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇവർ ചിലപ്പോൾ വരാനായിട്ടുള്ള ഡിസിഷൻ എടുത്തേക്കാം. പക്ഷേ അന്തിമ തീരുമാനം ബിഗ് ബോസ് ടീമിൻ്റെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ബിഗ് ബോസ് സീസൺ 8 അനൗൺസ്മെൻറ്റിൽ തന്നെയാണ് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് വരുന്നതെന്ന്. പിന്നെ ബിഗ് ബോസ് ഷോയിൽ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ കോൺട്രവേഴ്സീസ്, അപ്പം നടക്കുന്ന ഇൻസിഡൻസ്, അപ്ഡേറ്റ്സ്, ഇതിനെപ്പറ്റിയൊക്കെ ആദ്യം അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് ഉടൻ തന്നെ കാണാം. അതിലേക്കും താങ്ക് യു.